എല്ലാവർക്കും നമസ്കാരം. ഒരു ശുഭ ഞായറാഴ്ച എല്ലാവർക്കും നേരുകയാണ്. ഇന്ന് ആളുകൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്ന ദിവസമാണ്. മാത്രമല്ല വീട്ടിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന ദിനവും കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാം കാണാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് സമയം കിട്ടുമ്പോൾ വീഡിയോ ഒക്കെ കാണുക. എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനൽ കാണുക, പ്രചരിപ്പിക്കുക, സംഭാവനകൾ നൽകുക, അതുപോയിട്ട് ഞങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുക, അങ്ങനെ പലതരത്തിൽ ഞങ്ങളെ സഹായിക്കുക. ഞങ്ങളും നിങ്ങളുടെ വിവിധ വിഷയങ്ങൾ, ഓരോ വിഭാഗം ജനങ്ങളുടെ വിവിധ വിഷയങ്ങളെടുത്ത് ഞങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്കണവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെ, അതായത് വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒരു വീഡിയോ കൂടി ഇന്നലെ 2 വീഡിയോ ചെയ്തതിൽ ഒരു വീഡിയോ ആത്മഹത്യയും മരണവുമായി ബന്ധപ്പെടുത്തിയ വീഡിയോ ആണ് ചെയ്തത്. ആ വീഡിയോയുടെ താഴെ 2 പേർ ഒരു ഫിലിം ടാക്കീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്കാണ് ഐഡി, കറക്റ്റ് ഐഡി അല്ലത്, ശരിയായിട്ടൊരാളല്ല, അങ്ങനെ ഒരാളിന് പേരില്ലല്ലോ. ഫിലിം ടാക്കീസ് എന്ന് പറഞ്ഞ ഒരാളിന് പേരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവൻ ആരടാ എന്താടാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ എന്തിനാണ് ഇങ്ങനെ അംഗൻവാടികളെ മോശമാക്കുന്നത്, സ്ത്രീകളുടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ ഭാഷയിൽ എന്നെ പ്രതിരോധിക്കുന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെയോ ബിനാമിയാണ്. മാത്രമല്ല അതിനകത്ത് വേറെ ഒരുപാട് പോസിറ്റീവായിട്ട്, ബാക്കി എല്ലാ കമൻറ്റുകളും പോസിറ്റീവും, ഞാൻ പറഞ്ഞിരിക്കുന്നത് 100% സത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു കമൻറ്റാണ് അത് വന്നിരിക്കുന്നത്. ഒരെണ്ണമായാലും നമ്മൾ നെഗറ്റീവ് കമൻറ്റിനെ എടുക്കണമല്ലോ. പിന്നെ ഒരു ബിന്ദു ഷാജി വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, സാർ പറഞ്ഞത് കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ തെറ്റുണ്ട്. ഞാനും അത്ര പറഞ്ഞിട്ടുള്ളൂ ബിന്ദു. ഞാനങ്ങനെ ഒരുപാട് എല്ലാം ശരിയാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, നല്ലൊരു ശതമാനം CDPOമാരും സൂപ്പർവൈസർമാരും ICDS ഓഫീസർമാരും എല്ലാം മനുഷ്യപ്പറ്റുള്ളവരാണ്. അവർ നിങ്ങളുടെ ഒരു ടീമായി തന്നെയാണ് ജോലി ചെയ്യുന്നത്, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ കുറച്ച് പേരുണ്ട്, ആ ഉള്ളവരെ കൂടി നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ. കുറച്ച് പേർ അങ്ങനെ ഉണ്ട്, കൃത്യമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവർ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഒരു അംഗൻവാടി ജീവനക്കാരി മരിച്ചതെങ്ങനെയാണെന്നറിയാമോ? ഞാനിതൊക്കെ ഡേറ്റയുടെ ബേസിൽ പറയുന്നതാണ്. ആ അംഗൻവാടി ജീവനക്കാരി IC യൂണിറ്റിലേക്ക് പോയി. CDPOമാരുടെ പീഡനത്തിൻ്റെ അകത്ത് സുഖമല്ലാതായി IC യൂണിറ്റിലേക്ക് കൊണ്ടുപോയി. IC യൂണിറ്റിൽ കിടന്നവർ പിറുപിറുത്തത് എന്താണെന്നറിയാമോ? ഡോക്ടറോട്. അവർക്ക് ചെറിയ ബോധം വരുമ്പോൾ അവർ പിറുപിറുത്തത്, അയ്യോ ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരരുതേ. ആര് വരരുതേ എന്നറിയാവോ? സൂപ്പർവൈസർ വരരുതേ, CDPO വരരുതേ. അങ്ങനെ അവരവിടെ കിടന്ന് മരിച്ചു. IC യൂണിറ്റിൽ കിടന്നു മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ ആ അടുത്ത 2-3 ദിവസം ഒരാളും പോയിട്ടില്ല, ഒരു ഓഫീസറും പോയില്ല, ഒരു CDPOയും അങ്ങോട്ട് പോയില്ല, ഒരു സൂപ്പർവൈസറും പോയില്ല. 3 ദിവസം കഴിഞ്ഞൊരു മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ ഇതൊരു ചർച്ചയായി. ഉദ്യോഗസ്ഥരൊന്നും ചെന്നില്ലല്ലോ എന്ന്. അപ്പോൾ അയ്യോ എനിക്ക് തിരക്കായിപ്പോയി, സമയമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടവർ പോയി. ഇതൊരു പഞ്ചായത്തിൽ നടന്നതാണ്. ഇത് പറയുമ്പോൾ മറ്റുള്ളവർ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. CDPOമാർക്ക് യൂണിയനുണ്ട്, ICDS ഓഫീസർമാർക്ക് യൂണിയനുണ്ട്. നിങ്ങൾ ഗസറ്റ് ഓഫീസർ യൂണിവേഴ്സിൽ കാണും, KGUവിൽ കാണും, പല സംഘടനകളിൽ കാണും. നിങ്ങളുടേതായ സംഘടന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പക്ഷേ നിങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടേ പറ്റൂ. സംഘടനാ തലത്തിൽ നിങ്ങളോടൊപ്പമുള്ള ടീമാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യണം. പിന്നെ ബിന്ദു ഷാജി ഒരു കാര്യം പറഞ്ഞിരിക്കണം, എനിക്ക് നല്ല രസകരമായി തോന്നി. ബിന്ദു, ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് അംഗനവാടികൾക്കുണ്ടെന്ന്. നിങ്ങൾക്ക് ഒരു കരുത്തുമില്ല. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി വാങ്ങുമായിരുന്നു. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 300 രൂപയുടെ പെൻഷൻ ശരിയാക്കി എടുക്കുമായിരുന്നു. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഓണ അലവൻസ് പെൻഷൻകാർക്ക് കൂടി വാങ്ങിക്കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 5 ലക്ഷമോ 10 ലക്ഷം രൂപ പെൻഷൻ പറ്റുമ്പോൾ ആനുകൂല്യം നേടുന്നവരായി മാറുമായിരുന്നു. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ 50 വർഷമായി നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തൊഴിലാളികളായി അംഗീകരിപ്പിച്ചെടുക്കുമായിരുന്നു. കാരണം സ്ഥിരമാണല്ലോ ഈ പോസ്റ്റ്. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ആനുവൽ ഇൻക്രിമെൻറ്റ് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ 2022 ശേഷം പെൻഷൻ പറ്റിയവർക്ക് എല്ലാവിധ ആനുകൂല്യവും കിട്ടാൻ വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് ഒരു കരുത്തുമില്ല. നിങ്ങൾ പറ്റിക്കപ്പെട്ട് കിടക്കുന്നൊരു സമൂഹമാണ്. നിങ്ങൾ ആരാണ് നിങ്ങളെ പറ്റിക്കുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളുടെ ഇടയിലുള്ള കുറച്ച് അംഗനവാടി ജീവനക്കാരും വർക്കർമാരും തൊഴിലാളികളും സാറന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാരപണിയും. പിന്നെ കുറച്ച് പേരാണെങ്കിൽ ഇതിനകത്തുനിന്ന് മുകളിലോട്ട് CDPOമാരായിട്ട് മാറിപ്പോയിട്ടുണ്ട്, പ്രൊമോഷൻ കിട്ടിയും ടെസ്റ്റ് എഴുതിയും പോയിട്ടുണ്ട്. അവരും കൂടി ചേർന്ന് പാരപണിയും. അല്ലാതെ നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ ബിന്ദു ഷാജി, കൃത്യമായി ഞാൻ ബിന്ദു ഷാജിയോട് പറയുന്നു, നിങ്ങൾ ഇത് പിന്നെ നിങ്ങൾക്ക് ആളുകളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ, അതിനുള്ള ഇടപെടൽ നടത്തൂ. അങ്ങനെ പരിഹരിച്ചാൽ ഈ വീഡിയോസ് എല്ലാം പിൻവലിക്കാനും ഞാൻ തയ്യാറാണ്. കാര്യം വീഡിയോ ഇട്ടതുപോലെ യൂട്യൂബിൽ നിന്ന് പിൻവലിക്കാനും കഴിയും. ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായി ബിന്ദു ഷാജിമാരോട് പറയുവാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിച്ച് ഈ നേട്ടങ്ങൾ ഉണ്ടായിക്കോളും. പിന്നെ താങ്കൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്,
66,000 താങ്കൾ ഇട്ടത്, പക്ഷേ 6,600 ആയിപ്പോയി. അതൊരു 0ൻ്റെ കുറവുണ്ട്. എന്നാലും ഞാനത് മനസ്സിലാക്കുന്നു. 66,000 പേര് ഇത് കണ്ടു കഴിയും. പിന്നെ അവരെ ബന്ധുമിത്രാദിൽ കണ്ടു കഴിയുമ്പോൾ ഇതൊരു വലിയ ട്രിക്കാണ് ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. എൻ്റെ വീഡിയോ ഫോണിൽ ഇതൊരു ട്രിക്കുമില്ല ചങ്ങാതി. ഓരോ വീഡിയോയും 5,000 അല്ലെങ്കിൽ 10,000 30,000 പേര് വരെ കണ്ട വീഡിയോ ഉള്ളൂ. ദയവായി ബിന്ദു ഷാജി എല്ലാവർക്കും അയച്ചു കൊടുക്കുക. 66,000 പേരും കാണുവാനുള്ള സംവിധാനം ബിന്ദു ഷാജി ചെയ്യുക. എന്നിട്ട് ബിന്ദു ഷാജി നമുക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവരും, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഫയൽ ഫോളോ അപ്പ് ചെയ്യാം, നിങ്ങളും കൂടി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്യുക. എല്ലാവരും, ഞാൻ ബിന്ദു ഷാജി ഒറ്റയ്ക്കല്ല പറയുന്നത്, ഷാജിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങി ഫയൽ ഫോളോ അപ്പ് ചെയ്യുക, കാര്യങ്ങൾ നടക്കുക. അംഗനവാടിക്കാർക്ക് ഇതെല്ലാം നേടിക്കൊടുക്കാൻ നിങ്ങളും പ്രവർത്തിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആരെയെങ്കിലും ആക്ഷേപിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തായാലും വെല്ലുവിളിയൊന്നുമല്ല. തീർച്ചയായും ബിന്ദു ഷാജിമാർ ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഫീൽഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുന്നത്.